എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പം ഞങ്ങളിന്ന് കുടുംബസമേതം ഒരു ക്ഷേത്ര ദർശനത്തിൻ്റെ വീഡിയോ ആണിന്ന്. ഞാനും അമ്മയും സിന്ധുവും മാത്രമേ ഉള്ളൂ. മോള് വന്നില്ല, മോൾക്ക് എക്സാം ആയതുകൊണ്ടുള്ള നല്ല പഠിത്തത്തിലാണ്. അപ്പോൾ അതുകൂടാതെ മറ്റൊരു വണ്ടിയിൽ എൻ്റെ സഹോദരിയുണ്ട്, സഹോദരിയുടെ മക്കളുണ്ട്, പിന്നെ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പം മണ്ണാറശാല അമ്പലത്തിൽ വെച്ചൊരു ചടങ്ങ് നടക്കുന്നു, അതിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് ഹരിപ്പാട് ക്ഷേത്രത്തിലേക്കാണ്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. നമ്മുടെ നടൻ ജയറാമിൻ്റെ മേളമൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു ഉത്സവമായിരുന്നു. അത് എല്ലാ വർഷവും വലിയ ഉത്സവം തന്നെയാണ്. അതിപുരാതനമായ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ഒരു വലിയൊരു ഏരിയ തന്നെയുണ്ട്, കാണാൻ ഒരുപാടുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ അകത്ത് പൂജ നടക്കുകയായിരുന്നു. ഭക്തരെല്ലാം പുറത്ത് നിൽക്കുകയായിരുന്നു. ഒരു 10 മിനിറ്റ് താമസമുണ്ട്. ആ സമയം കൊണ്ട് ഞങ്ങൾ ഉപദേവന്മാരെ കണ്ട് ചുറ്റു തൊഴുത് വന്നു. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഈ നാരങ്ങാമാല. സാധാരണ മുരുകൻ ക്ഷേത്രങ്ങളിൽ ഉള്ളതാണ് നാരങ്ങാമാല, വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇവിടുന്നൊരു നാരങ്ങാമാലയൊക്കെ വാങ്ങിച്ച് അകത്ത് ദേവന് സമർപ്പിക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പെരുംതൃക്കോവിൽ, ദക്ഷിണപളനി, തെക്കൻ പളനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കലിയുഗത്തിൻ്റെ ആരംഭത്തിന് മുമ്പുള്ളതാണ് ഈ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന ബഹുമതി കൂടി ക്ഷേത്രത്തിനുണ്ട്. കൂടാതെ ഏറ്റവും വലിയ കൊടിമരവും ഈ ക്ഷേത്രത്തിലാണ് ഉള്ളത്. ക്ഷേത്രത്തിലെ പ്രധാന ദേവത സുബ്രഹ്മണ്യസ്വാമി മാത്രമല്ല, ശിവനെയും വിഷ്ണുവിനെയും ഉൾക്കൊള്ളുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏകദേശം 6 അടി ഉയരമുള്ള വിഗ്രഹം കിഴക്കോട്ട് അഭിമുഖമായി സ്ഥാപിച്ചിരിക്കുന്നു. ചിങ്ങത്തിലെ ആവണി ഉത്സവം, ധനുവിലെ മാർഗഴി ഉത്സവം, മേടത്തിലെ ചിത്തിര ഉത്സവം എന്നിവ കൂടാതെ ഇടവത്തിലെ പ്രതിഷ്ഠാദിനം, തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി, കന്നിയിലെ നവരാത്രി, മകരത്തിലെ തൈപ്പൂയം എന്നിവയും പ്രധാന ഉത്സവങ്ങളായി ആചരിക്കുന്നു. ഹരിപ്പാട് നഗരസഭയുടെ ബോട്ടിൽ ബൂത്ത് ഇതിപ്പോൾ എല്ലായിടും ഉണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ പ്രോപ്പറായിട്ട് ഇടത്തില്ലെന്നേ ഉള്ളൂ. ഇവിടെ പച്ചക്കറി തൈ എന്താ ഇത്? മണ്ണാറശാലയ്ക്ക് ഇവിടുന്ന് 1.3 കിലോമീറ്റർ, വെട്ടുവേൽ ശ്രീഭദ്രകാളി ക്ഷേത്രം 2.8 കിലോമീറ്റർ, ചെറുതനക്കടവ് 4.8, ആയാവറമ്പടവ് 4.4. ഓക്കെ. അപ്പോൾ ഹരിപ്പാട് ക്ഷേത്രത്തിലെത്തുന്നവർ തൊഴുന്ന മറ്റൊരു അതിനോട് ചേർന്നുള്ള ക്ഷേത്രമാണ് ശ്രീ ആഞ്ജനേയ നവഗ്രഹ ദമ്പതി ക്ഷേത്രം. ഓക്കെ, ആഞ്ജനേയനുള്ള വെറ്റമാല ഇവിടെയുണ്ട്. ജയ് ശ്രീറാം. ഇന്നത്തെ ടിക്കറ്റ് ഇത് സമൃദ്ധിയാണ്, വേറൊക്കെ മാറ്റിയില്ലേ? അപ്പോൾ ഒരു സമൃദ്ധി എടുത്തേക്കാം. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മണ്ണാറശാല ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോവാണ്. ഒരു കുഞ്ഞിൻ്റെ ചോറൂണെന്ന്. അപ്പോൾ രാവിലെ 9 മണിയെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ അത് 10-11 മണിയൊക്കെ ആവും. അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ. മണ്ണാറശാലയിലേക്ക് വരുന്നവരായാലും ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വരുന്നവരായാലും ശരിയാണ്, 2 ക്ഷേത്രങ്ങളും സന്ദർശിക്കാറുണ്ട്. അപ്പോൾ വളരെ അടുത്താണ്. ഇതാണ് മണ്ണാറശാല ക്ഷേത്രം. KSRTCയുടെ സർവീസൊക്കെ ഉണ്ട്.
ഈ കളിപ്പാട്ടക്കടകളുടെ ബഹളം. ഇത്രയും കച്ചവടമുണ്ട് ഇവിടെ. കളിപ്പാട്ടം ഇവിടെ ചോദിക്കാം. കിലിക്കാമ്പെട്ടി ഉണ്ട്. ഈ കിലിക്കാമ്പെട്ടി എന്ന് ചോദിച്ചാൽ നോക്കട്ടെ. എത്ര പൈസ? 60 രൂപ. ഇവിടെ കളിപ്പാട്ടം വാങ്ങി ഈ ചേട്ടൻ്റെ കേട്ടോ. ഓക്കെ, ഇവിടെ ഇഷ്ടംപോലെ കളിപ്പാട്ട കടയുണ്ട്. അതിന് മാത്രം ചിലവാകും ഇവിടെ കളിപ്പാട്ടം. ആ ചീനി വറ്റിൽ 50. എത്ര ഗ്രാമാണ്? 50 എത്ര? ഓ, ഇതൊരു കണക്കാണോ? കടല, കപ്പലുണ്ട്. ഇതാ അപ്പോൾ ഇന്ന് മണ്ണാറശാലയിലേക്ക് വന്നത് നമ്മുടെ അച്ഛൻ്റെ കൊച്ചിൻ്റെ ചോറ് കൊടുക്കാം. പീലിയെ നമ്മളിതുവരെ നമ്മുടെ ഈ ചാനലിനകത്ത് കാണിച്ചിട്ടില്ല. നമ്മുടെ ചാനലിൽ നിന്ന് ആദ്യമായിട്ട് കാണിക്കാൻ പോട്ടെ പീലി. മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം വളരെ പുരാതനവും അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നതുമായ തീർത്ഥാടന കേന്ദ്രമാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാഗരാജ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ ഉരുളികമഴ്ത്തൽ വഴിപാടിനായി ധാരാളമായി ഇവിടെ എത്തിച്ചേരാറുണ്ട്. അവരുടെ കുഞ്ഞ് ജനിച്ചയുടൻ ഇവിടെ നന്ദി പറയൽ ചടങ്ങ് നടത്താൻ വരുന്നു. പലപ്പോഴും പുതിയ നാഗങ്ങളുടെ പ്രതിമകൾ വഴിപാടായി കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ മണ്ണാറശാല ക്ഷേത്രത്തിലെ പാതകളിലും മരങ്ങൾക്കിടയിലും 1 ലക്ഷത്തിലധികം പാമ്പുകളുടെ പ്രതിമകൾ കാണാൻ സാധിക്കും. മണ്ണാറശാല ആയില്യം വളരെ പ്രാധാന്യമുള്ളതാണ്. കന്നി തുലാം മാസങ്ങളിലെ ആയില്യം നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതാണ് നിലവറ ഇല്ലം. ഇവിടെ അമ്മയുടെ ദർശനം വാങ്ങിയാണ് എല്ലാ ഭക്തരും വന്നിട്ട് പോകുന്നത്. അപ്പോൾ ഇത് മണ്ണാറശാല അമ്പലത്തിൻ്റെ കിഴക്കേ നടയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ചോറൂണ് ഈ ഭാഗത്തായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പീലി ഊണ് കഴിക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുക. ഗത കിട്ടിയോ ഇങ്ങനെ? ഗത ഫീലിന് ഗത കിട്ടിയ അതാ മാമനത് പീലിമോൾ ഇന്ന് ആദ്യമായിട്ട് ചോറിനാൻ പോവുക. അതിൻ്റെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾക്കൊരബദ്ധം പറ്റി. രാവിലെ 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇവിടെ 10:30 ആവാതെ ചോറ് കൊടുക്കത്തില്ല. ഭയങ്കര തിരക്ക്. ഒരുപാട് പിള്ളേർക്കും ചോറ് കൊടുക്കാനുണ്ട്. അഖിലയുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, അരവിന്ദലിൻ്റെ പെങ്ങളുണ്ട്, എൻ്റെ അമ്മയുണ്ട്, പിന്നെ അഖിലയുടെ മാമൻ്റെ വല്യച്ഛൻ്റെ മോനുണ്ട്, അതുപോലെ മാമൻ്റെ മക്കളുണ്ട്. ഇയാൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് നിൽക്കുക. 9-ാം തീയതി റിസൾട്ട് വരും. പീലിയുടെ ചോറൂണാണ് മണ്ണാറശാല അമ്പലം. ഇല്ല നീ ഇത് കഴിഞ്ഞിട്ട് ഗുരുവായൂരുണ്ട് കേട്ടോ. ഗുരുവായൂർ എന്താ? ഗുരുവായൂർ 8-ാം തീയതി. കരച്ചിലുള്ള പീലിമോളുടെ അമ്മ താ വന്നു. ഇത്ര നേരം ഇവിടെ ആയിരുന്നു. അല്ല ഉപ്പ് ഉടുപ്പുരിപ്പിക്കുന്നു. അപ്പം ഞങ്ങളിപ്പോൾ അതൊക്കെ നടന്ന് കിഴക്കോട്ട് ചെന്നാണ്ട് ഇവിടെ പാർക്കിംഗ് ഇതാ ഇവിടെ കേട്ടോ. ഇത് നേരെ കാണുന്നതാണ്ട് അമ്പലത്തിൻ്റെ കിഴക്കേ നടയത്, കിഴക്കേ ഗോപുരമൊക്കെ കാണുന്നത്.
ഒരു 10-30 കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാനുണ്ട് കേട്ടോ. നല്ല തിരക്കാണ്, നല്ല ചൂടും, പിള്ളേരെല്ലാം കിടന്ന് കരയുക. അപ്പോൾ ചോറിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് തുലാഭാരമുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ചൂടിന് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ GNG അസോസിയേഷൻ നോട്ടീസ് വെച്ചാണ് വീശിക്കൊണ്ടിരിക്കുക. ഞാൻ കൊണ്ട് കൊടുത്തല്ലായിരുന്നു, പിള്ളേരുടെ കരച്ചിലുണ്ട്. വെള്ളച്ചോറും ശർക്കര പായസവും 3 ഇലക്കകത്ത് തന്നിട്ടുണ്ട്. അതാണ് കൊടുക്കുക. പായസം 3 വട്ടം കൊടുക്കാൻ. പായസം 3 പ്രാവശ്യം കൊടുക്കുക. അപ്പോൾ അച്ചുവാണ് കൊച്ചിന് തൊട്ട് കൊടുത്തത്. അപ്പോൾ നമുക്കിവിടെ പായസവും ചോറും ഉപ്പും അത് 3 തവണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ എല്ലാവർക്കും പുറത്തു നിന്ന് കൊടുക്കാനേ പറ്റും. ഈ കുഞ്ഞിനെ അങ്ങ് വാങ്ങിക്കുക. വേറെ ആരും ഇല്ലയോ? കൊടുത്തോ? കൊടുക്കല്ലേ, അങ്ങനെ വാരി കൊടുക്കരുത്. ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി. കൊച്ചിന് എന്തൊരു ബഹളമാണ്. ബഹളം വെക്കുക ചേട്ടാ. ചെറുതായിട്ടൊന്ന് തൊടാവുള്ളേ ചേട്ടാ. അങ്ങനെ കൊടുക്കല്ലേ. തുലാഭാരം ഉണ്ടല്ലേ? അതാ ചേട്ടൻ മാറാൻ ആദ്യം പറയുന്നത്. മനസ്സിലായോ? 9 മണിക്ക് വന്ന് അമ്പലത്തിനകത്ത് കയറിയാണ്. മണി 11:30 ഇപ്പോൾ ഇറങ്ങിയപ്പോൾ. മൊത്തം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, മൊത്തം പ്രശ്നം. പിഞ്ചു കുഞ്ഞുങ്ങളെ തുലാഭാരം ചോറൂണ് കഴിഞ്ഞിട്ട് തുലാഭാരം നടത്താൻ അത്രയും സമയമെടുക്കുന്നു. അപ്പോൾ പീലിയുടെ ചോറൂണും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അവർ കുഞ്ഞിനെ ഇനി നിലവറെ കൊണ്ടുപോയി അമ്മയെ കാണിച്ചിട്ടേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് താമസിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. അപ്പോൾ ഞങ്ങൾ പോകാമെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങി. ഇപ്പോൾ കണ്ടില്ലേ, അതാ വണ്ടി വരുന്നുണ്ടോ? ഞായറാഴ്ച ആയിട്ട് നല്ല തിരക്കാണ്, ഭക്തരുടെ ഒഴുക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.